നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഹാർദിക്കിനെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അയാൾ ഇതൊക്കെ ആസ്വദിക്കുകയാണ്. നിങ്ങൾ കൂവി വിളിച്ചോ, അയാൾ ചലഞ്ചുകൾ ഇഷ്ടപ്പെടുന്നയാളാണ്. വരുന്ന കളികളിൽ ബാറ്റ് കൊണ്ട് അയാൾ മികച്ച പ്രകടനം നടത്തും. അപ്പോൾ നിങ്ങളൊക്കെ അയാൾക്ക് വേണ്ടി കൈയടിക്കുമെന്ന് അയാൾക്കറിയാം. ഇഷാൻ കിഷൻ്റെ വാക്കുകളാണ്. ഹാർദിക് പാണ്ഡ്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ESPN ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. വലിയ രൂപത്തിൽ ആരാധകരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പ്, കൂവല് അതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഹാർദിക് ഇതൊന്നും കേട്ട് അങ്ങ് ഒളിച്ചോടുന്നയാളല്ല. അദ്ദേഹം ചലഞ്ചുകൾ ഇഷ്ടപ്പെടുന്നയാളാണ്. ഈ പറയുന്ന ആരാധകർ തന്നെ നന്നായിട്ട് കളിച്ചാൽ ഹാർദിക്കിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഹാർദിക്കിനെ നന്നായിട്ട് അറിയാമെന്നാണ് ഇഷാൻ കിഷൻ്റെ വാക്കുകൾ. ഹാർദിക്കും ഇഷാൻ കിഷനും വളരെ വലിയ അടുപ്പക്കാരാണ്. ഇടക്കാലത്ത് ഇഷാൻ കിഷൻ ബ്രേക്ക് എടുത്തു പറഞ്ഞാൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ സ്ക്വാഡ് വിട്ടു പോയി. പിന്നെ അദ്ദേഹം അങ്ങനെ ഒരു ബ്രേക്കിലായിരുന്നല്ലോ. ആ ഘട്ടത്തിലൊക്കെ ഹാർദിക് പാണ്ഡ്യക്കൊപ്പം പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം പരസ്പരം സ്പെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ഹാർദിക്കും ഇഷാൻ കിഷനും. അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷൻ ഹാർദിക്കിനെ പറ്റി പറയുമ്പോൾ അത് ഫാക്റ്റ് ആയിരിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ESPN ക്രിക്കറ്റ് ഇൻഫോ അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇഷാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഹാർദിക് ലവ്സ് ചലഞ്ചസ്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള സിറ്റുവേഷനുകളിലൂടെ കടന്നു പോയിട്ടുള്ളയാളാണ്. ഇപ്പോൾ ആ സിറ്റുവേഷനിലാണ്. അദ്ദേഹം പുറത്തു വന്ന് ഇത് നിർത്തൂ എന്ന് പറയുന്ന തരത്തിലുള്ള ആളല്ല. എനിക്കുറപ്പുണ്ട്. ഐ നോ ദാറ്റ് ഹി മസ്റ്റ് ബി എൻജോയിങ് ഇറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയാം. ഒരുപാട് സമയം അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ചലഞ്ചസ് നേരിടാൻ അദ്ദേഹം എപ്പോഴും റെഡിയാണ്. ഫാൻസിനോട് പോയി കംപ്ലൈൻറ്റ് പറയാനൊന്നും അദ്ദേഹം ഉണ്ടാവില്ല. കാരണം എപ്പോഴും അവരുടെ എക്സ്പ്ലനേഷൻസും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവുമായിട്ട് വരുമ്പോൾ പിന്നെ അവരോട് നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്നതിൽ അർത്ഥമില്ല. ഹാർദിക് പാണ്ഡ്യ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് ഞാൻ പറയാം. ആളുകൾ ഈ ചെയ്യുന്ന ഈ കൂവലിലും വിളിക്കലിലും ഒക്കെ അദ്ദേഹം ഹാപ്പി ആയിരിക്കും. വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹം ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം നടത്തും. വീണ്ടും ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഇതാണ് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവുക. ആളുകൾ എന്തായാലും നിങ്ങളുടെ ഹാർഡ് വർക്ക് റെക്കഗ്നൈസ് ചെയ്യും. നിങ്ങൾ കടന്നു പോകുന്ന കാര്യം അതെല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളുടെ ടീമിന് വേണ്ടി സ്റ്റിൽ നിങ്ങൾ നന്നായിട്ട് കളിക്കുക. ഞങ്ങളുടെ ഫാൻസ് ചില ഘട്ടങ്ങളിൽ കുറച്ച് ഹാഷായിട്ടൊക്കെ പെരുമാറും. ബട്ട് അറ്റ് ദി സെയിം ടൈം നിങ്ങൾ നന്നായിട്ട് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ഈ തരത്തിൽ ആരാധകർ കൂവി വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും നിങ്ങളെ ഏൽക്കുന്നില്ല. നിങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് കാണുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരും. ഇഫ് നോട്ട് ടുഡേ, ടുമാറോ. ഇഫ് നോട്ട് ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ. ഇതാണ് ഇഷാൻ കിഷൻ പറഞ്ഞത്. ഇതൊക്കെ മാറും. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അതാണ് ഇഷാൻ്റെ വാക്കുകൾ. അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോ.